ഞാനൊന്നും പറയുന്നില്ല, എല്ലാം വരുന്ന ആൾക്കാരോട് ചോദിക്കും. ഞാൻ എൻ്റെ പടത്തിൽ എൻ്റെ അടുത്ത് എല്ലാവരും ഭയങ്കര പോസിറ്റീവ് അഭിപ്രായം പറയുന്നു. ഇത് ഹിറ്റാവേണ്ട ഒരു പടമാണെന്ന് പറയുന്നു. അപ്പോൾ ഇനി ഇത് പ്രേക്ഷകർ ഹിറ്റാക്കിയാൽ അതിലാണല്ലോ എല്ലാം ഇരിക്കുന്നത്. ഇതിപ്പോൾ പ്രിവ്യൂ ആണ്, നാളെ മുതൽ തിയേറ്റർ ഓഡിയൻസ് വരുന്നു. ഇതിലൊരു പരിപാടി ഉണ്ടെന്ന് എല്ലാവരും പറയുന്നു. സെക്കൻഡ് ഹാഫും ക്ലൈമാക്സിൻ്റെ ഒക്കെ ഞാനിപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇവരോട് സാധാരണ എലിമൂന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഇത് കുട്ടികളും കൂടെ ഇൻട്രസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ എടുത്തേനെ. ഒബ്വിയസ്ലി ഇതൊരു മറ്റേ യു പടമാവേണ്ടതായിരുന്നു. അതിനകത്ത് ആ ആൽക്കഹോളിൻ്റെ എലമെൻ്റ് ഉള്ളതുകൊണ്ടാണ് UA ആയത്. അതർവൈസ് ഇത് കുട്ടികൾക്കും ഫാമിലിക്കും ഏറ്റവും കൂടുതൽ വർക്കാവുന്ന ഒരു പടമാണ്. കണ്ടിറങ്ങി എല്ലാവരും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളായിരിക്കും ഇത് കൂടുതൽ എൻ്റർടൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞത്. കുട്ടികൾക്കും കുട്ടികളുടെ മനസ്സിലുള്ള വലിയവർക്കും ഒക്കെ വർക്കാവും. അങ്ങനെ ഫാമിലി ഓഡിയൻസിനും കൂടെ ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും. ഡെഫിനറ്റ്ലി ഓൾ കാറ്റഗറി ഓഫ് ഓഡിയൻസ് വന്ന് കാണുമോ. നിങ്ങൾ ഇങ്ങനത്തെ പടങ്ങളെ പ്രൊമോട്ട് ചെയ്യൂ. നമുക്ക് ഇതുപോലെ പടങ്ങൾ ഇനി മലയാളത്തിൽ ചെയ്യണ്ടേ. ഇത് ഹിറ്റാക്കി തരും. എനിക്ക് ആക്ച്വലി പ്ലൂട്ടോ ഭയങ്കര ഇഷ്ടമായി. ഓണസ്റ്റ്ലി ഞാൻ എക്സ്പെക്ട് ചെയ്തേക്കാളും എനിക്കിഷ്ടമായി. ഇറ്റ് വാസ് സോ സ്റ്റൈലിഷ്ലി ഷോട്ട്. മ്യൂസിക്കും പെർഫോമൻസസും. നീരജ് എൻ്റെ ഫ്രണ്ടാണ്, അർഷ എനിക്കറിയാം, അങ്ങനെ വന്നതാണ്. പക്ഷേ ഐ തിങ്ക് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുന്ന ടൈപ്പ് ഓഫ് മൂവിയാണ്. ആൻഡ് ഇറ്റ്സ് എ തിയേറ്റർ എക്സ്പീരിയൻസ്. സോ അമേസിങ്. താങ്ക് യു. ഓ യാ, അജുവേട്ടൻ്റെ പിന്നെ പറയേണ്ട ആവശ്യമില്ല. എല്ലാ സിനിമയിലും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. സോ അജു ചേട്ടനെ അങ്ങനത്തെ ഒരു ടൈഗർ തമ്പി എന്നുള്ളൊരു ക്യാരക്ടറിൽ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതൊരു ഡോണിൻ്റെ ക്യാരക്ടർ ബട്ട് ഹ്യൂമറും കൊണ്ടുവരുന്നത്. സോ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് പ്ലൂട്ടോയിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം, മിസ് ചെയ്യരുത്. താങ്ക് യു. എന്തോ നല്ല എൻജോയ് ചെയ്താണ് കണ്ടത്. എനിക്കൊരു പാക്ക് എൻ്റർടൈനറായിട്ടാണ് പടം തോന്നിയത്. ഐ എം വെരി ഹാപ്പി പടം കണ്ടപ്പോൾ. പ്രേക്ഷകർക്കും ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാധാരണ ഉള്ള ഏലിയൻ മൂവീസിനേക്കാൾ കുറച്ചുകൂടെ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ആവുന്ന തരത്തിലാണല്ലോ, അതിനെക്കുറിച്ച് എന്താ പറയുക? അല്ല, ഞാൻ പറഞ്ഞപ്പോൾ നമ്മുടെ കൂടെ നീരജേട്ടൻ്റെ മകൾ ഒക്കെ ഉണ്ടായിരുന്നു കാണാൻ. ആൾ ഫുൾ ആദ്യം തൊട്ടേ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഏലിയനെ കാണുമ്പോഴും. അപ്പോൾ ഞാനിപ്പോൾ അത് കണ്ടപ്പോൾ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു, കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ത്രൂ ഔട്ട് അവർക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉള്ളൊരു പടമായിരിക്കും. സോ ഫാമിലിയായിട്ട് എല്ലാവരും തിയേറ്ററിലേക്ക് വരട്ടെ ഒരു പ്രതീക്ഷ. ഈ സിനിമയിൽ ഈ ഏലിയനെ കാണിക്കുന്നതിനൊപ്പം തന്നെ താങ്കളുടെ ക്യാരക്ടറിൽ ഒരു പെറ്റ് ലവറിനെയും കൂടെ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റിലൂടെ സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള വിഷയം കൂടെ സംസാരിക്കുന്നുണ്ടല്ലോ. അതെ ഇപ്പോൾ ഇങ്ങനെ ബ്രീഡ് ചെയ്യുന്ന അങ്ങനത്തെ അൺഎത്തിക്കലായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ പടം അതിനെ പറ്റിയല്ല. ഇറ്റ്സ് എ ഫൺ ഫിലിം. ഒരു കാരിക്കേച്ചർ സ്വഭാവമുള്ളൊരു സിനിമയാണല്ലേ. നമ്മളെപ്പോഴും ഒരു റിയലിസ്റ്റിക് അപ്രോച്ച് അല്ല, ഒരു ഫൺ പടമായിട്ടാണ്. എല്ലാവർക്കും നമ്മുടെ മ്യൂസിക്കും എല്ലാ ട്രീറ്റ്മെൻറ്റും അങ്ങനെ തന്നെയാണ്. അല്ല, എല്ലാവരും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു വിഷ്വൽ ട്രീറ്റ്മെൻറ്റും എല്ലാം സിനിമയിലുണ്ട്. അപ്പോൾ എനിക്കൊന്ന് ഫാമിലിയായിട്ട് കുട്ടികളുടെ കൂടെയൊക്കെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സിനിമയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. സോ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു. അപ്പോൾ എങ്ങനെയുണ്ട് മൊത്തത്തിൽ? നിങ്ങളല്ലേ പറയേണ്ടത്. താങ്ക് യു. അല്ല, ഞാൻ ആദ്യമായിട്ടാണ്, ഇതിനു മുമ്പേ കണ്ടിരുന്നു, പക്ഷേ സൗണ്ട് ഇതൊക്കെ വന്നിട്ട് ആദ്യമായിട്ടാണ്. രസമുണ്ട്, ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണല്ലോ. അതെ. ജീവിതത്തിൽ ഒരിക്കലല്ലേ ഏലിയൻ ആവാൻ പറ്റുള്ളൂ. രസമായിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ പറയൂ. താങ്ക് യു. വേറെ മൂഡ് പടം പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഫാൻറ്റസി വേൾഡ്, കുറേ സയൻസ് ഫിക്ഷൻ എന്ന് പറയാനും പറ്റില്ല, എന്നാൽ അതൊക്കെ മേലെ ഒരു സത്യം. അയ്യോ, അത് വേണോ? അത് കൊടുത്തേക്കോ കുട്ടിക്ക്. ഓക്കെ, ശരി, അതൊക്കെ ബൈ. ഭയങ്കര ടെൻഷനായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് സെക്കൻഡ് മൂവിയാണ്. ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നു. സയൻസ് ഫിക്ഷൻ അധികം നമ്മൾ മലയാളത്തിൽ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു ജോണറാണ്. അടിപൊളിയായിട്ട് ചെയ്തു. പിന്നെ അൽത്താഫിക്ക ആണെങ്കിലും ഏലിയനായിട്ടൊക്കെ വേറെ ആരെങ്കിലും കാസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഒരു ഡൗട്ടൊക്കെ അടിച്ചു. ഭയങ്കര അടിപൊളിയായിരുന്നു. നല്ല മൂവിയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. നല്ല കുട്ടികൾക്ക് പറ്റുന്നൊരു കോൺസെപ്റ്റിലുള്ള മൂവിയാണ്. ഫാമിലി ഓഡിയൻസിന് ഭയങ്കര ഇഷ്ടമാവും. പിന്നെ പടത്തിൻ്റെ പേര് പ്ലൂട്ടോ, ഒരു ഗ്രഹത്തിൻ്റെ പേരാണ്. നമ്മൾ ഈ ഇടക്കാലത്തൊക്കെ അത് ഒഴിവാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ മൊത്തത്തിൽ പടം കാണുമ്പോൾ ഭയങ്കര കളർഫുള്ളാണ്. നമ്മൾ ഈ ഒരു അമർചിത്ര കഥയൊക്കെ വായിക്കൂലേ, അല്ലെങ്കിൽ നമ്മൾ ഈ കോമിക്സ്
അതിലൊക്കെ ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ അജു വർഗീസ് ചേട്ടൻ്റെ ക്യാരക്ടർ ഭയങ്കര രസമായിരുന്നു കേട്ടോ, ഭയങ്കര ഫണ്ണായിരുന്നു. എന്ത് രസമായിട്ടാണ് അദ്ദേഹം അത് അഭിനയിച്ചിരിക്കുന്നത്. അതുപോലെ നീരജാണെന്നുണ്ടെങ്കിലും ഭയങ്കര നന്നായിട്ടാണ്, ആക്ഷൻ സീക്വൻസ് ആണെന്നുണ്ടെങ്കിലും പിന്നെ ആക്ടിങ് സൈഡ് എല്ലാവർക്കും പറയാം നീരജ് നന്നായിട്ട് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റാണ്. ആക്ഷൻസ് ഭയങ്കര രസമുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ആക്ഷൻ സീക്വൻസും എല്ലാവരും നല്ലതായിരുന്നു. പിന്നെ സുബിൻ ടാർസൻ കോമഡിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. അടിപൊളി, അത് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് ഭയങ്കര രസമുണ്ട്. നമുക്ക് ഒരിക്കലും ആളെ മാറ്റി വേറൊരാളെ ചിന്തിക്കാൻ പറ്റില്ല. ആ ഒരു ക്യാരക്ടർ നല്ല രസമുണ്ടായിരുന്നു, ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു. നല്ല പടം. നല്ലൊരു പടമാണ്. അൽത്താഫ് ചെയ്ത ക്യാരക്ടർ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഭയങ്കര അട്രാക്ട് ചെയ്യുന്നൊരു സാധനമാണ്. നമുക്കൊരു ഇൻറ്റിമസി ഫീൽ ചെയ്യും. ഏലിയനാണെന്ന് പറഞ്ഞാൽ പോലും നല്ല രസമായിട്ട് വർക്കായിട്ടുണ്ട് ക്യാരക്ടർ. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല പടമാണ്, നല്ല പടമാണ്, നല്ല പടമാണ്. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? അടിപൊളി സിനിമ. ഇഷ്ടപ്പെട്ടത് ഏറ്റവും കൂടുതൽ ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആളെയാണോ? ടെൻഷൻ ഇന്റർവെല്ലൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നോ? ടെൻഷൻ ഉണ്ടായിരുന്നോ? ഉണ്ട്. കണ്ടപ്പോ എന്താ തോന്നി? നല്ല രസമുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫാണ് എന്നെ ഏറ്റവും കൂടുതൽ എൻ്റർടൈൻ ചെയ്യിച്ചത്. ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ മൊത്തത്തിൽ ഭയങ്കര പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ വിഷ്വൽ ക്വാളിറ്റി എല്ലാം എല്ലാവരും ഇതിൽ ഭയങ്കര നന്നായി ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും ഫാമിലി എൻ്റർടൈനിങ് ആണ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അതുപോലെ മെയിൻ കാരണം ഇവന് ഈ പറയുന്ന ഈ ഫൈറ്റിൻ്റെ സമയത്തൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പ്ലൂട്ടോൻ്റെ ക്യാരക്ടർ എല്ലാം ഭയങ്കര എൻ്റർടൈനിങ് ആണ്. താങ്ക് യു സോ മച്ച്. It's a fun watch. Basically, you wouldn't leave the theatre without a smile on your face. എല്ലാം ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. താങ്ക് യു. നല്ല രസമുണ്ടായിരുന്നു, ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ അൽത്താഫ്ക്ക് എല്ലാം നല്ലായിരുന്നു. പുതിയ സബ്ജക്റ്റ് അല്ലല്ലോ. അതെ അതെ. പിന്നെ അത് ആ ഒരു കോമിക് സ്റ്റൈലും എന്താ ഫുള്ളി ആശയം. ഓഫ് കോഴ്സ് ഒരു അൽത്താഫ് ആദ്യമേ ഈ പടത്തെ പറ്റി പറയുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഓഫ് കോഴ്സ് നമ്മളും ഒരു ഏലിയൻ സിനിമയുടെ ഭാഗമായിരുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു അപ്രോച്ച് ഡിഫറെൻ്റ് ആയിരിക്കും, രസമുള്ള പരിപാടിയായിരിക്കും എന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ ലവ് ഫിലിം, അടിപൊളിയായിരുന്നു. അതെ അതെ അതെ. എനിക്കൊന്ന് കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. അവർക്കൊക്കെ വന്ന് കാണാൻ പറ്റിയ വളരെ ഭയങ്കര കുട്ടത്തും നിറഞ്ഞൊരു സിനിമയും കൂടെയാണ്. രസമുണ്ട്, മൊത്തത്തിൽ ഭയങ്കര രസമുണ്ട്. നല്ല സിനിമ, അടിപൊളി സിനിമയാണ്. ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. എല്ലാം തിയേറ്ററിൽ വന്ന് തന്നെ കാണാം. കുറേ സിനിമ സൂപ്പർ കലക്കി. വളരെ നല്ല സിനിമയാണ്. എൻ്റർടൈനറാണ്, ചിരിക്കാൻ കുറേ ഉണ്ട്. പുതിയ സബ്ജക്റ്റാണ്. ഇറ്റ്സ് നൈസ്. അതെ അതെ അതെ, നല്ല എൻ്റർടൈനിങ്. ഫണ്ണാണ്, എൻ്റർടൈനിങ്, അടിപൊളി, നല്ല പടം, നൈസ് പടം. രസമുണ്ട്, ഫണ്ണ കൊള്ളാം പടം. സിനിമ ഉണ്ടായിരുന്നു, സൂപ്പർ. നല്ല മൂവിയാണ്. ഒരു പുതിയൊരു പിന്നെ പുതിയ നല്ല സബ്ജക്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്. കുറച്ചുകൂടി നല്ല സിനിമ. മികച്ച പടമായിരുന്നു. നല്ല നല്ല സിനിമയാണ്. കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റിയ നല്ല സിനിമയാണ്. പുതിയൊരു സബ്ജക്റ്റാണോ? വെറൈറ്റി സബ്ജക്റ്റാണ്. അൽത്താഫിൻ്റെ ക്യാരക്ടറൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ്. കുട്ടികൾക്ക് നല്ലൊരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. നല്ല എൻ്റർടൈനിങ്, അടിപൊളി. നല്ല പുതിയൊരു തീമാണ്. മലയാളത്തിൽ വരാത്ത ടൈപ്പ് ഒരു വ്യത്യസ്തമായ നന്നായി എടുത്തിട്ടുണ്ട്. നല്ല ഫിലിമാണ്. അടിപൊളിയുണ്ട്. ചിരിക്കാനും ഉണ്ട്, നല്ല ആക്ഷനും ഉണ്ട്, ത്രില്ലും ഉണ്ട്, ഒക്കെ നന്നായിട്ട്. ഭയങ്കര റിഫ്രഷിങ് മൂവി. എസ്പെഷ്യലി ഫാമിലിക്ക് ഒന്നിച്ചെല്ലാം കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ്.